CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി സ്ഥാനത്തിനായി ജില്ലാ കമ്മിറ്റിയിൽ വോട്ടെടുപ്പ് ഒഴിവാക്കിയത് സംസ്ഥാന നേതൃത്വത്തിന്റെ തന്ത്രപരമായ നീക്കം മൂലമാണ്. സെക്രട്ടറി തെരഞ്ഞെടുപ്പ് എന്ന അജണ്ട ഒഴിവാക്കിയാണ് ജില്ലാ കമ്മിറ്റി വിളിച്ചത്. സംസ്ഥാന നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്ന പേരിനെതിരെ ജില്ലാ കമ്മിറ്റിയിൽ മത്സരമുണ്ടാകുമെന്ന് ഉറപ്പിച്ചതോടെയായിരുന്നു സംസ്ഥാന നേതൃത്വത്തിന്റെ ഈ നീക്കം. വി ജോയിയെ സെക്രട്ടറി ആക്കുന്നതിനെതിരെ കടകംപള്ളി ശിവൻകുട്ടി പക്ഷങ്ങൾ ഒന്നിച്ചിറങ്ങുകയായിരുന്നു. ജില്ലയിലെ പാർട്ടിയിൽ നിയന്ത്രണം ഉറപ്പിക്കാൻ തിരുവനന്തപുരത്ത് CPMൽ ഒരു മാസത്തോളമായി നടന്നത് അസാധാരണ നീക്കങ്ങൾ. വി ശിവൻകുട്ടി, വി ജോയ്, DK മുരളി, KS സുനിൽകുമാർ എന്നിവരായിരുന്നു ജില്ലാ സെക്രട്ടറി മോഹവുമായി രംഗത്തിറങ്ങിയത്. ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ ഓരോരുത്തരെയും നേരിൽ കണ്ട് വോട്ടുറപ്പിക്കും പോലെ ഇവരിൽ പലരും പിന്തുണ തേടി. ആദ്യഘട്ടത്തിൽ കടകംപള്ളി സുരേന്ദ്രന്റെ പിന്തുണ ആനാവൂർ പക്ഷത്തെ സുനിൽകുമാറിനായിരുന്നു. പിന്നെ കളം മാറിയ കടകംപള്ളി ശിവൻകുട്ടിയുമായി കൈകോർത്തു. സംസ്ഥാന നേതൃത്വത്തിന്റെ പിന്തുണയും ശിവൻകുട്ടി പ്രതീക്ഷിച്ചു. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ജില്ലയിലെ പ്രധാന നേതാക്കളെ കണ്ട് അഭിപ്രായം തേടിയിരുന്നു. അതിന് പിന്നാലെയായിരുന്നു AKG സെന്ററിൽ ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുമായുള്ള കൂടിക്കാഴ്ച. ഇതോടെയാണ് സംസ്ഥാന നേതൃത്വം തനിക്കൊപ്പമില്ല എന്ന് ശിവൻകുട്ടി തിരിച്ചറിഞ്ഞത്. എങ്കിൽ പിന്നെ മത്സരമാകട്ടെ എന്ന നിലപാടിലേക്ക് കടകംപള്ളിയും ശിവൻകുട്ടിയും എത്തി. KS സുനിൽകുമാർ മത്സരിക്കണമെന്നും പിന്തുണ നൽകാമെന്നുമായിരുന്നു നിർദ്ദേശം. 46 അംഗ ജില്ലാ കമ്മിറ്റിയിൽ ശിവൻകുട്ടിയും കടകംപള്ളിയും ഒരുമിച്ച് നിന്നാൽ 20 പേരുടെയെങ്കിലും പിന്തുണയുണ്ടാകും. ആനാവൂർ പക്ഷത്തെ 10 ചേർത്താൽ 30. ഇതോടെ സംസ്ഥാന നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്ന ജോയിയെ വോട്ടെടുപ്പിൽ പരാജയപ്പെടുത്താമെന്നായിരുന്നു കണക്കുകൂട്ടൽ. സംസ്ഥാന നേതൃത്വത്തിനെതിരെ രംഗത്ത് വന്നാലുള്ള അപകടം തിരിച്ചറിഞ്ഞ് ആനാവൂർ പക്ഷം പിന്തിരിഞ്ഞു. മത്സരിക്കാനില്ലെന്ന് KS സുനിൽകുമാറും വ്യക്തമാക്കി. ഇതോടെയായിരുന്നു ശിവൻകുട്ടി ഉൾപ്പെടെ പ്രധാനപ്പെട്ട 5 നേതാക്കൾ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാതെ മാറി നിന്നത്. ജില്ലാ കമ്മിറ്റിയിൽ 3 പേർ ജോയിയെ സെക്രട്ടറിയാക്കാനുള്ള സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശത്തെ ചോദ്യം ചെയ്തു. ആനാവൂർ പക്ഷം നിശബ്ദത പാലിച്ചു. മത്സര സാധ്യത തിരിച്ചറിഞ്ഞായിരുന്നു സെക്രട്ടറി തിരഞ്ഞെടുപ്പ് എന്ന അജണ്ട ഒഴിവാക്കി സംസ്ഥാന നേതൃത്വം ജില്ലാ കമ്മിറ്റിക്ക് എത്തിയത്. MLA ആയിരിക്കെ തന്നെയാണ് ജില്ലാ സമ്മേളനം പ്രത്യേക ഇളവ് നൽകി ജോയിയെ ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തത്. സമ്മേളനം തിരഞ്ഞെടുത്ത സെക്രട്ടറി തുടരാൻ ജില്ലാ കമ്മിറ്റിയിൽ തെരഞ്ഞെടുപ്പ് ആവശ്യമായിരുന്നില്ല. പകരം ജോയിയെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് തിരികെ കൊണ്ടുവരാനുള്ള സംസ്ഥാന സെന്റർ നിർദ്ദേശം റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. ഇതോടെയാണ് മത്സരത്തിനുള്ള വഴിയടഞ്ഞത്. തത്കാലം പ്രതിസന്ധിക്ക് പരിഹാരമായെങ്കിലും തലസ്ഥാനത്തെ പാർട്ടിയിൽ കാര്യങ്ങൾ അത്ര പന്തിയല്ലെന്ന ബോധ്യം സംസ്ഥാന നേതൃത്വത്തിനുമുണ്ട്. VV അരുൺ, News 18 തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.